what made Peter to walk over the water? പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുവാനുള്ള കാരണം എന്താ? Did he had greater faith than the other disciples? മറ്റുള്ള ശിഷ്യന്മാരെക്കാളും വലിയ വിശ്വാസം തനിക്കുണ്ടായിരുന്നോ? No. ഇല്ല. Because the word after that says, Jesus looked over him and said, man of little faith, alpavishwasa nee endine samshayich. You can say later on when you read that scripture portion, Jesus calling Peter with little faith. So it was not the greater faith that made him to walk over the water. അതുകൊണ്ട് ഒരിക്കലും പത്രോസിനെ വെള്ളത്തിന്മേൽ നടക്കുമാറാക്കിയത് വലിയ വിശ്വാസമല്ല. This is what the Lord showed me. കർത്താവ് എന്നോട് സംസാരിച്ചതാ കേട്ടോ. What made Peter to walk over the water? താൻ വെള്ളത്തിന്മേലെ എന്തുകൊണ്ട് നടന്നു എന്നറിയാമോ? He just looked into the eyes of Jesus. താൻ യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കി. He just looked into that still eyes, that peaceful eyes of Jesus. ആ സമാധാനമുള്ള കണ്ണിലേക്ക് മാത്രം നോക്കി പത്രോസ് And നടന്നു. he forgot the factor that he left the boat. താൻ ആ സമയത്ത് പടക് വിട്ടു എന്നുള്ള സത്യം മറന്നു. He was just looking onto the peaceful eyes of Jesus. താൻ യേശുവിന്റെ സമാധാനമുള്ള കണ്ണിലേക്ക് മാത്രം നോക്കി. He began to make one step. താൻ അത് നോക്കിക്കൊണ്ട് ആദ്യത്തെ ചുവട് Two വെച്ചു. step. രണ്ടാമത്തെ ചുവട്. Another step. മൂന്നാമത്തെ ചുവട്. Another step. പിന്നെ ചുവട്. Just by looking into that eyes, യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കി താൻ he നടന്നു. began to walk over the water just like Jesus ഓ did. യേശു നടന്ന പോലെ താനും വെള്ളത്തിന്മേൽ നടക്കുക. Tonight you can walk over your ഇന്ന് situation. രാത്രികാലം നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ നടക്കുവാൻ You നിങ്ങൾക്ക് don't need a greater faith to walk over the നിങ്ങളുടെ situation. വിശ്വാസത്തിന്റെ വലിപ്പമല്ല നിങ്ങൾ നടക്കുന്നതിന് Just കാരണം. look into the eyes of Jesus. യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കുന്നത്. Just look into the eyes of Jesus. യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയാട്ട്. എത്ര നേരം പത്രോസ് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയോ അത്രേ നിമിഷം അവൻ ആ തിരമാലയുടെ മുകളിലൂടെ നടന്നു. As long as Peter keeping that eye contact with Jesus, he was walking over the waves and winds. അവൻ പോലും അറിഞ്ഞില്ല അവൻ ആ വെള്ളത്തിന്റെ മുകളിലൂടെയാണ് നടക്കുന്നത്. Peter had no idea he's walking over the water. ഇന്ന് രാത്രി ഞാൻ ചിലർ നോക്കി പ്രവചിച്ചു പറയാ. Tonight I want to prophesy over you. നിന്റെ പ്രതിസന്ധിയുടെ മുകളിലൂടെ നീ എങ്ങനെ നടന്നെന്ന് നീ പോലും അറിയത്തില്ല. അവന്റെ കണ്ണുകളിലേക്ക് മാത്രം നീ നോക്കിയാൽ മതി. In your difficult time you going to walk over your waves and winds as long as you keep the eye contact with Jesus. നീ ഇന്ന് കർത്താവിനോട് ചോദിക്കുന്ന കർത്താവേ എങ്ങനെ ഈ കാര്യം നടക്കുന്നത്? You're going to ask Jesus, Lord, how am I going to overcome this? എങ്ങനെയാ ഈ പ്രശ്നത്തെ നീ സോൾവ് Father, ചെയ്യുന്നത്? how am I going to resolve this issue? എങ്ങനെയാ ഈ സാഹചര്യത്തെ ഞാൻ ഹാൻഡിൽ Father, ചെയ്യേണ്ടത്? how am I going to handle this issue? യേശു പറയാ നീ അതൊന്നും ചിന്തിക്കണ്ട. Jesus is saying, don't worry about those. നീ യുദ്ധം ചെയ്യണ്ട. You don't have to നീ fight എന്റെ this war. കണ്ണിലേക്ക് നോക്കിയാൽ മതി. Just look into my eyes. ഇന്ന് Lord. എത്ര പേര് യേശുവിന്റെ കണ്ണിലേക്ക് How നോക്കും? many of you want to look into the eyes of ആ Jesus? കണ്ണുകളിലേക്ക് നീ നോക്കിയാൽ If you look into the നിന്റെ eyes of Jesus, പ്രശ്നത്തിന്റെ ഉത്തരം അവിടെയുണ്ട്. the answer for your questions are in there. നിന്റെ സ്വസ്ഥത അവിടെയുണ്ട്. The rest is in there. നിന്റെ ഉത്തരം ആ The കണ്ണുകളിലുണ്ട്. answer is in the eyes of Jesus. By looking unto the still peaceful eyes of Jesus, you can also walk over water. നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയാൽ നമ്മുടെ പ്രതികൂലങ്ങളെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. This is not just for Peter. ഇത് പത്രോസിന് മാത്രമുള്ളതല്ല. This is for you too. ഇത് നമുക്കുമുള്ളതാ. All you need to do is just look into the eyes of ആകെ Jesus. നമ്മൾ ചെയ്യേണ്ടത് യേശുവിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക.